الرئيسية يجب أن يكون بصورة أكبر وأروع وأجمل بقدر الإمكان. അപ്പോൾ അതിൽ നമുക്ക് അവസാനമായി പറയുന്നത് വിവാഹ സാധിക്ക പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഷ്കിലത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ചാപ്റ്ററൈസേഷൻ മുഖത്തിന്മേൽ കാണേണ്ട ഒരു അനിവാര്യമായ ഘടകമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന 4 or 5 ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളിച്ചു അത് എഴുതാം. ചാപ്റ്റർ നമ്പർ 1 അതിൽ അത് കുറു ആദ്യം ഉമൂർ. ചാപ്റ്റർ നമ്പർ 2 അതിൽ ഇന്ന വിഷയം. ചാപ്റ്റർ നമ്പർ 3 അതാണ് ശരിക്കും മുഷ്കിലത്തുൽ ബഹ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു സമ്മറി ഒരു 4-5 വരിയിൽ മുഖത്തിമേൽ ഉണ്ടായിരിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ അൽ മുംതഹിൻ ഔ അൽ ഖാരിഖ് ബിഹാദിൽ റൂഹ യുംകിനുഹു അൽ ഇത്തിലാഅ് അലാ മാ സനതകല്ലമു ഫീ തിൽകൽ അബ്വാബ് ബിനദറത്തിൻ ഖാദിഫത്തിൻ ഫീ ഹാദിഹി സഫഹ. ഈ ഒരു പേജ് വായിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന രൂപത്തിൽ ഈ ചാപ്റ്ററൈസേഷൻ ഇതിന്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കാം. പിന്നെ അതിന്റെ സാധാരണ രീതിയിലുള്ള ശുക്ർ, ഇംതിനാൻ അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രശ്നം പറയേണ്ടതില്ല. നമ്മളുടെ ഗൈഡ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ സഹകാരികളായ അതിന്റെ മറ്റുള്ള പറഞ്ഞു പോകും. പിന്നെ ഈ മുഖത്തിമേൽ കാണേണ്ട ഒരു ഭാഗം ഹാത്തിമ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ വർക്കിന്റെ അവസാന ഭാഗം വരുന്ന ഹാത്തിമയും മുഖത്തിമയെ പോലെ പ്രധാനമാണ്. ഹാത്തിമ മീൻസ് കൺക്ലൂഷൻ. ലാബുദ്ദ അൻ തദ്കുറ ഫീ ദാലിക അൻ നതായിജ് അല്ലതി ഇസ്തഖ്ലസ്ന മിൻ അസ്നാഇ ഹാദിഹിൽ ഖിറാസ. നമ്മളുടെ ഫൈൻഡിങ്സ്, വാട്ട് ആർ ദ ഫൈൻഡിങ്സ് വി ക്യാരിയിങ് ഔട്ട് ഇൻ ദ എൻഡ് ഓഫ് അവർ റിസർച്ച്. ഫൈൻഡിങ്സ് പ്രധാനമാണ്. അപ്പോൾ ഫൈൻഡിങ്സും നേരത്തെ പറഞ്ഞ പോലെ ഈ മുഷ്കിലത്തുൽ ബഹ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈൻഡിങ്സ് രൂപപ്പെടുന്നത്. നമ്മളുടെ റിസർച്ച് പ്രോബ്ലം ഇന്നതാണ് എന്ന് പറഞ്ഞത്, അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടേതായ ഫൈൻഡിങ്സ് ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അനുമാനങ്ങൾ അത് വളരെ നീട്ടി പറയേണ്ടതില്ല. 4-5 പോയിന്റായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. ഫൈൻഡിങ്സ് പറയുന്നത് ഈ ഫൈൻഡിങ്സ് തന്നെ കൺക്ലൂഷനും കാണും. വർക്കിന്റെ അവസാനത്തെ പേജായ 3 ഹാത്തിമ ഉണ്ടാകും, കൺക്ലൂഷൻ. ആ കൺക്ലൂഷനിൽ നമ്മൾ ഈ ഫൈൻഡിങ്സ് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ മുഖദ്ദിമയും വായിച്ചു, ലാസ്റ്റിലെ 2-3 പേജ് ഫൈൻഡിങ്സും വായിച്ചാൽ ഹുവ കമൻ ഖറഅ തിൽകൽ ഉഖ്റുഹ ബി അക്മലി. ആ രൂപത്തിലാണ് ഇപ്പോഴത്തെ സങ്കല്പം. ഇപ്പോഴത്തല്ല, എല്ലാ കാലം സങ്കല്പത്തിന് ഒരു പുസ്തകത്തിന്റെ യഥാർത്ഥ മുഖദ്ദിമയും അതിന്റെ ഹാത്തിമയും വായിച്ചാൽ പുസ്തകം എന്താകുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളുടെ പിന്നെ ഈ ഡിസീസും ക്രമീകരിക്കേണ്ടത്. നമ്മൾ പിന്നെ വേണം, ഈ അമലിന്റെ അവസാനം വേണം. അമലിന്റെ ഈ വർക്കിന്റെ അവസാനത്തിൽ വേണം, മുഖദ്ദിമയും വേണം, മുഖദ്ദിമയും കാണിക്കണം. പല ഹാത്തിമയിലും അത്ര ഒരു അപ്രസക്തമാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി സീകൾ എഴുതാറുണ്ട്. ഒരു നെയിം സേക്കിന് വേണ്ടി മാത്രം ഒരു പേജ് 2.5 പേജ് എഴുതും. ഞാൻ ഇന്നതൊക്കെ പഠിച്ചു, ഇന്നത്തെ 2-3-4 കാര്യം അത്ര വേണ്ട ചുരുക്കേണ്ടതില്ല. ഫൈൻഡിങ്സ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഫൈൻഡിങ്സ് എത്ര ചെറുതാണെങ്കിലും പ്രസക്തമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ 2-3 കൊല്ലം കൊണ്ട് അഡ്വാൻസ് പഠിച്ചിട്ടാക്കിയതാണ്. അപ്പൊ അത് ആളുകൾക്ക് മുമ്പിൽ പറയുന്നത് നമുക്ക് എന്തെയില്ല, ഒരു മടി വിചാരിക്കേണ്ടത്. അപ്പൊ അതിൽ ഫൈൻഡിങ്സും ഈ മുഖദ്ദിമയിലും അതിന്റെ ഒരു ചെറിയ വരി കാണണം. നമ്മളുടെ വർക്കിന്റെ അവസാനവും ഫൈൻഡിങ്സ് ഒന്നായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ഇപ്പോൾ ആരെങ്കിലും മുഖദ്ദിമ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവേ, മുഖദ്ദിമ അതിൽ വർക്കിലേക്ക് പ്രവേശിച്ച ആൾക്കാരില്ലേ, അവർക്ക് വേണേൽ ഒന്നുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റും. ആ മുഖദ്ദിമ എഴുതുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വർക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും പിന്നെ പ്രത്യേകതകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അതിന്റെ മെറിറ്റൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം. അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ യുവർ വർക്ക്.
അതൊന്നും മിക്കിയാസ് ജാമിയ അപമാനിയ അല്ല. അപ്പൊ നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന നമുക്ക് പിന്നെ കാണിക്കുന്ന വർക്കില് ഒരു പിന്നെ ഇന്ത്യൻ കൾച്ചർ എന്ന ഒരു 12 പേജുണ്ട്. ഇവർക്കൂടെ അത്ര തന്നെ പേജുണ്ട് സാറ് മുഖത്ത്. അപ്പൊ മുഖത്തിൽ കുറച്ച് വലുതായ കുഴപ്പമൊന്നുമില്ല. ആ മുഖത്തിമ വായിച്ചാൽ ആ ഡിസീസ് മുഴുവൻ വായിച്ച പ്രതീതി കിട്ടുമല്ലോ. മുഖത്തിമ പറ്റ ചുരുക്കൊന്നും വേണ്ടതില്ല. കുറച്ച് ബ്രീഫായിക്കോട്ടെ. അതോടൊപ്പം ഷുഡ് ബി സം 10 or 15 pages കുഴപ്പമൊന്നുമില്ല. അതൊന്നും നമ്മൾ ഫ്രീ ആണ്. അൽ ബാഹിസ് ലഹു കുല്ലിയത്തുൻ കാമില ലി ഇഅദാദിൽ മുഖദ്ദിമ ഹസബ ദൗഖിഹി വഹസബ വശുമൂലിയത്തിൽ മൗദൂ. വിഷയത്തിനോട് നീതി പാലിക്കണം. നമ്മൾ ഒരു ഒപ്പിക്കൽ പരിപാടി അല്ലാന്ന് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വായിക്കുന്നവർക്കും തോന്നണം. പിന്നെ നമ്മളുടെ അസ്വാലത്ത് വി ആർ ജനുവിൻ, ഒരു ജനുവിൻ വർക്കാണ്, കോപ്പി അടിച്ചതല്ല എന്ന് കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് തോന്നുക. ശരിക്കും നത്തായിലാണ് ഹൈപ്പോത്തിസിസ്. വേണം അവിടെ ഫർദിയാത്ത് പറയും അറബിയിൽ. ചിലപ്പോൾ നത്തായിച്ചിന് അതുപോലത്തെ എടുത്തെടുക്കാറുണ്ട്. നമ്മൾ ഈ റിസർച്ച് പ്രോബ്ലം കൈകാര്യം ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പിന്നെ ഹൈപ്പോത്തിസിസ്, നിഗമനങ്ങൾ, തഹ്മീനാത്ത്, അത് തന്നെയാണ് വേറെ പറയാൻ പിന്നെ നെറ്റീജയിട്ട് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ രണ്ടായി കാണിച്ചാൽ ഒന്നായി കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. റിസർച്ചിന്റെ ആ ഒരു സയന്റിഫിക് വേയിൽ പറയുന്നത് ഹൈപ്പോത്തിസിസ് അങ്ങനെ തന്നെ കാണിക്കണം എന്നാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ഒന്നുമല്ല. അപ്പം ഓരോരുത്തരും അവരുടേതായ മാറിക്കൊണ്ടിരിക്കും. വ്യത്യാസം ഉണ്ടാവും. അതെ, നമ്മൾ ഈ പിന്നെ റിസർച്ച് ദിറാസ സ്ഥാപിക്ക ശരിക്കും നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിനും ആൻസറായി. വാട്ട് ഈസ് അവർ ഏരിയ, വാട്ട് ഈസ് ദ സ്കോപ്പ്, വാട്ട് ഈസ് ദ ഹൈപ്പോത്തിസിസ് ആൻഡ് വാട്ട് ഷുഡ് ബി ദ ഔട്ട്കം ഒക്കെ ഉണ്ടാവും. ചെറിയ ഒരു വ്യത്യാസം അങ്ങോട്ടും ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ ഒരു തദ്ദീമൊരു കുഴപ്പമൊന്നുമില്ല. സാധാരണ റിസർച്ചിന് ഒരു പരമ്പരാഗതമായി പറഞ്ഞിരുന്ന ഭാഗമുണ്ടല്ലോ, അതിൽ പെട്ടതാണ്. അവർക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഡീവിയേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് സംതിങ് റോങ്. മൻഹജ് വേണം, അത് പറഞ്ഞിട്ടില്ല. മൻഹജ് കാണിക്കണം. ശരി, അത് ഇവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയാ. അത് നമ്മൾ മാക്സിമം ഒരു 2-3 വരികയെ ഉണ്ടാവുക, അത് നീട്ടി പറയാൻ ഉണ്ടാവില്ല. ഒരു അഹ്മിയത്ത് ബഹ്സ് കഴിഞ്ഞ ഉടനെ അഹ്മിയത്ത് ബഹ്സ് പറയുമ്പോൾ തന്നെ അതിന്റെ ചുവടെയായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന വാട്ട് ഈസ് ദ മെത്തഡോളജി വി അഡോപ്റ്റ് അതുകൂടെ പറയണം. അത് നേരത്തെ പറഞ്ഞ പോലെ മൻഹജ്, വസ്ഫി, തഹ്ലീലി. വസ്ഫി എന്ന് പറഞ്ഞാൽ എല്ലാം വരികയായി. പിന്നെ ഒരു നഖ്ദി ഉണ്ടാവും, പിന്നെ മുഖാറന ഉണ്ടാകും, മുവാസന ഉണ്ടാകും, തഹ്ലീൽ ഉണ്ടാകും, അപഗ്രഥനവും കമ്പാരിസവും ഒക്കെ വരുന്നുണ്ട്. വസ്ഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള വാക്കുകളുടെ പ്രദേശത്ത് വസ്ഫിയും തഹ്ലീലിയും നഖ്ദി എന്ന് പറയും. ഏത് വാക്ക് പറഞ്ഞാലും ആ വാക്ക് പറയുന്നതല്ല, നമ്മൾ ഈ പറയാൻ പോകുന്ന പേജിൽ അതിനോട് എത്ര കണ്ട് നമ്മൾ ടു വാട്ട് എക്സ്റ്റെൻഡ് വി ആർ ജസ്റ്റ് എത്ര നീതി കൊടുത്തി എന്നുള്ളതാണ് ഈ വിഷയം. ഇത്രയാണ് പിന്നെ ഈ മുഖദ്ദിമയുടെ ചേരുവയായിട്ട് എലമെന്റ്സ് ആയിട്ട് നമ്മളുടെ എഴുത്തിൽ ഉണ്ടാവും. എനിക്ക് പറഞ്ഞ മുഖദ്ദിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന ബാബു 1, 2, 3, 4 അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മുഖദ്ദിമ കാണുന്നത് വേണം. വളരെ സൂക്ഷിച്ചും സമയമെടുത്തും ചെയ്യേണ്ട. ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ മുഖദ്ദിമ ബാബു അവര് എഴുതുന്നതിന് മുമ്പായിട്ട് എഴുതണം, അത് ഏറ്റവും അവസാനം. ഇപ്പോൾ എഴുതിയാലാണ് പെർഫെക്റ്റ് ആയി ചെയ്യുക. കറക്റ്റ്. ഈ നിഹായത്തിൽ ഒരിക്കലും ആദ്യം എഴുതാൻ പാടില്ല. ആദ്യം എഴുതിയാൽ
എൻ്റെ ഫെയിലിയർ ഒന്നും കൊള്ളൂല. മുഖദ്ദിമയിലേക്ക് വേണ്ട കാര്യം നമുക്കൊക്കെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം വേണ്ടത്. പക്ഷെ പൂർത്തിയാക്കുന്നത് അവസാനത്തെ ചാപ്റ്ററും എഴുതി കഴിഞ്ഞാലാണ് മുഖദ്ദിമ പ്രസക്താകുന്നത്. മുഖദ്ദിമ എന്നുള്ള പേര് കൊണ്ട് ആദ്യമാണെങ്കിലും പ്രാക്ടിക്കലി ഇറ്റ് വിൽ ബി ഇൻ ദ ലാസ്റ്റ്. അതിനൊന്നും റെഫറൻസ് വേണ്ടതില്ല, വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മുഖദ്ദിമയിൽ സാധാരണ കാണിക്കാറുള്ളത് ഈ വിറാസ സാദിഖ ഉണ്ടെങ്കിൽ അതിന്റെ പേരും പുസ്തകം ഓർഡറും അത് പബ്ലിഷ് ചെയ്ത ഡേറ്റൊക്കെ കൊടുക്കും. അത് അല്ല അതിലെങ്ങനെ റെഫറൻസ് അത്യാവശ്യം കാണിക്കാൻ കുഴപ്പമില്ല. അതിലെങ്ങനെ ഒരു റെഫറൻസ് ആയിട്ട് പറയേണ്ടതില്ല. റെഫറൻസ് ബേസ്ഡ് പറയേണ്ടത് ഇവിടെയാണ് പിന്നീട് ഒരു ചാപ്റ്റർ തന്നെ. അപ്പൊ മുഖദ്ദിമയിൽ അങ്ങനെ ഒരു റെഫറൻസിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടത് വേണ്ടതില്ല. അത്യാവശ്യം വേണമെങ്കിൽ അതിന് റെഫറൻസ് അത് കുഴപ്പമില്ല. ഒരു കാമോസിയായിട്ട് അല്ലേ, അതിന് ലക്സിക്കൽ മീനിങ് ഉണ്ട്, അത് കുഴപ്പമില്ല. ആ റെഫറൻസ് കൊടുക്കും. അത് സാധാരണ ഈ വാക്കിന് ലിസായ പിന്നെ പറഞ്ഞു കളയും മൗലിദിന് അത് കുഴപ്പമില്ല. ഇനി ഈ വിഷയത്തിലുള്ളത് നമ്മൾ മൊത്തം ഒക്കെ ചെയ്തു. നമ്മൾ 3 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ടും വി ഹാവ് സ്റ്റഡിയിൽ ഒക്കെ കൃത്യമായി പഠിച്ചാലും ഈ എഴുതിയിരിക്കുന്ന കാര്യം നാം തന്നെ ഒന്നുകൂടി എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് വായിക്കണം. ഒരു പുനർ പഠനത്തിന് വിധേയമാണ്. അതാവശ്യമാണ്. നമ്മൾ എല്ലാം കഴിഞ്ഞു, നാളെ തന്നെ മീറ്റിംഗ് കൊടുത്ത് മറ്റന്നാൾ പിന്നെ പ്രസന്റ് ചെയ്യുക, അതാണ് സംഗതി നടക്കുന്നത്. എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇടവേള, ഒരു ഇന്റർവെൽ നമ്മൾ നീക്കി വെക്കുന്നതിന് ഈ വർക്ക് ഒന്നുകൂടി നമ്മുടെ കയ്യിൽ തന്നെ വായിക്കാൻ പറ്റുമെങ്കിൽ വേറൊരാളെ കൊണ്ടും വായിപ്പിക്കുക. മുഷിരിപ്പ് ഏതായിരുന്നാലും വായിക്കും, മറ്റൊരാളെ കൊണ്ടും വായിപ്പിക്കുക. ഇതിന്റെ ഫൈനൽ കോപ്പി എടുക്കുന്നതിന് മുമ്പായി നമ്മൾ കാണാത്ത തെറ്റ് എന്തായാലും ഉണ്ടാകും. ഒരു ബാഹിസ് മഹ്മാകാലത്ത് കുദറാത്തുഹു വമഹാറാത്തുഹു വമകാനത്തുഹു ലിമിയ ഇല്ല അന്നഹു സയകൂനു ഖാസിറൻ ഫീ ബഅദിൽ വുജൂദ് വമാ അഹദുൻ യസ്തതിഉ അൻ യുബരിഅ നഫ്സഹു ല ആർക്കും അനുവദനം. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളുടെ വർക്ക് നമുക്ക് ഒരു ഓതന്റിക് ആവുമെന്ന് തോന്നുന്ന ഒരാളെ കൂടി കാണിക്കാം. കഥയെപ്പോലും മുസ്ലിം, കഥയെപ്പോലും ഉസ്താദ് ആരാ. അപ്പോൾ ഒന്നിലധികം ആളുകൾ ഈ വർക്ക് കാണണം എന്നുള്ളത് നമ്മളുടെ ഒരു അക്കാദമിക് റിസർച്ച് റൂൾ എവിടെയും കാണുകയില്ല. നമ്മളുടെ വർക്കിന്റെ ജെന്യുവിൻ നിലനിർത്താൻ ഒരാവശ്യമാണ്. ഈ അറേബ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം. സൗദി അറേബ്യയിലൊക്കെ ഒരാളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മാസ്റ്റർ തിസീസ്, അവിടെ 2 തിസീസാണ്. അവിടെ MA കിട്ടണമെന്ന് എന്ത് വേണം, ഒരു ഇസാര കൊടുക്കണം. അതൊരു റിസർട്ടേഷനാണ്. PhDക്ക് പറയും ഇവിടെ ഉണ്ടെങ്കിലും. പക്ഷെ അവിടെ തന്നെ ഈ ഒരു വർക്ക് അവരുടെ ഉസ്താദ് അക്കാഡമിക്കലി അപ്രൂവ്ഡ് ആ ബോഡി അല്ലാതെ വേറെ 2, 3, 4 ആൾക്കാണ് ഒരു കുടുംബത്തിൽ പെട്ടവരോ അല്ലെങ്കിൽ ഷേഖന്മാരോ മഷൈഖോ. അത് നമ്മളുടെ വർക്ക് ഒന്നുകൂടി ഒരു അമലിൻ അസ്ലീലും ഫുലാൻ 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 എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു ആസ്വാദനം, ഒരു സുഖം ആ വർക്കിൽ ഉണ്ടാകും. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ അത് ഈ ഒരു അക്കാഡമിക് തിസീസുമായി ബന്ധപ്പെട്ടതല്ല പറയാൻ പോകുന്നത്. നമ്മളിത് വർക്ക് ചെയ്താൽ ആ വർക്ക് നമ്മളിപ്പോൾ ഈ വർഷമാണ് കൊടുക്കുന്നത്. 2021 ഓഗസ്റ്റിൽ വി ഹാവ് സബ്മിറ്റഡ് അവർ വർക്ക്. അതോടുകൂടി കഴിഞ്ഞോ അപ്പം ആ വർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മീൻസ് ഹാദി ദിറാസ التي نقوم بها الآن لا تنتهي مع تقديم ذكرها. لا പിന്നെയോ ലാബുദ്ധ മിന തഹദീസ് വത്തജ്ദീദ്. It should be updated and renewed. അതും നമ്മളുടെ സ്കോളേഴ്സിന് ഉണ്ടാവേണ്ട യോഗ്യത. ഇപ്പൊ നമ്മളുടെ യൂണിവേഴ്സിറ്റി പറയുന്നില്ല, യൂണിവേഴ്സിറ്റിയിൽ പതേ ഉള്ളൂ വർക്ക് ചെയ്യുക, അത് കൊടുക്കുക, പിന്നെ ഓപ്പൺ ഡിഫൻസ് കഴിയുക, പിന്നെ PhD
അവാർഡ് ചെയ്യുക ഇന്താ കുല്ലി ഷൈ, അതോടുകൂടെ നമ്മുടെ പഠനം. അപ്പം ആ ഒരു ടെമ്പോ അല്ല വേണ്ടത്. നേരത്തെ പറഞ്ഞ അമാന അൽ ഇൽമിയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് അൽ മുഅ്മിൻ മിൻ മഹ്ദിഹി ഇലാ ലഹ്ദിഹി അപ്പൊ ആ രൂപത്തിൽ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് പരമാവധി എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഷിയറുൽ അറബിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ സാറ് പറഞ്ഞ കാലിഗ്രഫിയെ പറ്റിയിട്ട് പഠിക്കുന്നു. ഇനി അടുത്ത ഒരു 5-10 കൊല്ലത്തിൽ ഇനിയും ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യപ്പെടും ആധുനികവൽക്കരണം. അപ്പൊ ആധുനികവൽക്കരണം നമുക്കും കൂടി എത്തണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിഷയം ഒരു ഹാവി ആയിട്ട് ബാക്കി നിൽക്കും. നമ്മൾ 2021 റിസർച്ച് കംപ്ലീറ്റ് ആക്കി. ആ വിഷയം ഒരു 5 കൊല്ലം കൊണ്ട് ഉള്ളതിന്റെ ഇരട്ടി കൂടി വളർന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ അറിയുന്നില്ലെങ്കിലോ ആ വിഷയവും വികസനവും നമ്മൾ അറിയുന്നില്ലെങ്കിൽ തന്നെ ഈ ഡിസീസ് വിൽ ബി ഔട്ട്ഡേറ്റഡ്. ആരും നോക്കുക. അപ്പൊ 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ വിജ്ഞാന മേഖല വികസിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വേറൊന്ന്, ഈ ഡിസീസിന് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ കോളേജിൽ സ്കോളർ വന്നാൽ അവർക്ക് വേറെ പറയും. അപ്പോ നമ്മൾ ചുരുക്കത്തിലേ ഉള്ളൂ, ദ അപ്ഡേറ്റിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ദ നോളേജ് വി ഓൾറെഡി ഗെയിൻഡ് ത്രൂ ദിസ് സ്റ്റഡി. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അപ്പൊ നമുക്ക് ഈ ഡിസീസിന്റെ ഭാഗമായി തന്നെ പബ്ലിഷിംഗ് വർക്കില്ല സാറേ? 2 അതും നല്ലൊരു സുന്നത്താണ്. അത് ഈ സുന്ന ത്വയ്യിബ. നമ്മൾ സാധാരണഗതിയിൽ ഈ എഴുത്തിന്റെ മേഖലയിൽ അധികം ആളുകൾക്ക് ശോഭിക്കാൻ സാധിക്കാറില്ല. കാരണം ആ ഒരു പരിചയത്തിലും അതൊരു സ്കില്ലായിട്ട് കൊണ്ടുനടക്കുന്നു. നമുക്ക് ഈ ഡിസീസ് റൈറ്റിംഗിൽ കിട്ടിയ ഈ കഴിവ് സ്കില്ലായിട്ട് വളർന്നു. അതാ സ്കിൽ. മഹാറ മത്തായിക്കൂട് മഹാറ മത്തായിക്കൂടിൽ നമ്മൾ മഹാറത്തൻ ഇല്ലന. ചിലതൊക്കെ നമ്മളൊരു അബിലിറ്റിയായി, ഒരു ശരാശരി കഴിവായി അത് വളർത്തുന്നു വേണ്ടയില്ല. അതൊന്നും ശരിയായില്ല. അപ്പോ പറഞ്ഞാല് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. എന്ത്? മുഹമ്മദ് താഹിമൻ. അപ്പൊ ആ പഠിച്ച തിയറിക്ക് റിസർച്ച് നമ്മൾ ചെയ്യുന്നത് ഒരു സെന്റൻസ് ഉണ്ടാക്കാം. അതൊരു അബിലിറ്റിയാണ്. പ്രത്യേക സ്കില്ലൊന്നും വേണ്ടയില്ല. ഇതൊരു സ്കില്ലാണ്. ഒരു അബിലിറ്റിയേക്കാളേറെ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് എന്ന സ്ഥലത്തേക്ക് പരിധിയിലേക്കുന്നത് വേണം ഈ രൂപത്തോടെയാണ്. അതൊക്കെ നമ്മൾ ഈ അതിന്റെ അക്കാഡമിക് റിക്വയർമെന്റ്സിന് അപ്പുറത്തുള്ള പറയാം. ഇപ്പോഴുള്ള അപ്ഡേറ്റിങ്ങും ഒരു സ്കില്ലായി വളർത്തുന്നതൊക്കെ നമ്മളുടെ കൂടി അഡ്വാൻസ്മെന്റിന് ആവശ്യമായ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അതാ ക്രിയേറ്റീവ് റൈറ്റിംഗ്. പുതിയ വാക്കുകളും പുതിയ ശൈലികളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം വളരെ പ്രയാസമില്ലാതെ ഈസി ആയിട്ട് എഴുതാനുള്ള കഴിയും. അങ്ങനെയൊക്കെ 2 ലേഖനം നിങ്ങൾക്ക് ഇതിൽ വേണ്ടി വരും. അങ്ങനെ ഈ വിഷയം വെച്ചുകൊണ്ട് 2-3 ലേഖനം പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ, അത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തായിട്ടാണെങ്കിൽ എപ്പോൾ പബ്ലിഷ് ചെയ്താൽ നമുക്കൊരു ആത്മാഭിമാനം എടുക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ ഈ 300 പേജുള്ള 200 പേജുള്ള തിസീസിലെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അല്പം ഈ മഹാറത്തുണ്ടെങ്കിൽ ഇതേ പറ്റും. can elaborate and prepare a very good article. നല്ലൊരു ആർട്ടിക്കിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഉൽപ്പന്നം തന്നെ അതിന്റെ ഒരുപാട് ബൈ പ്രോഡക്ട്സ് ആണ്. ഉൽപ്പന്നം ഒന്നേ 300 പേജ് ഡിസീസ് ചെയ്യണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് ഒരു ഡോക്ടറേറ്റ് മേടിച്ച് പിന്നെ അതിന് സ്റ്റാൻഡേർഡ് പരിഭാഷപ്പെടുത്തി ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് പിന്നെ 4 ലേഖനങ്ങൾ അറബിയിലാക്കി പാരിസ് ഇസ്ലാമിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ഒരുപാടായിരുന്നു. അപ്പൊ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റിന്റെ ഉൽപാദന അല്ലെങ്കിൽ ഉൽപ്പന്നക്ഷമത വർദ്ധിക്കാൻ പറ്റും. അപ്പം പല എഴുത്തുകാരും പാരിസ് ഇസ്ലാമി അല്ലെങ്കിൽ ഈ സഖാഫത്തുൽ ഹിന്ദ് അങ്ങനെയുള്ള ഹിന്ദിയിൽ തന്നെ അറിയപ്പെടുന്ന പല ഈ പിന്നെ മജലാത്തുണ്ട്. അതിലുള്ള പല എഴുത്തുകാരും
അവരുടെ എഴുത്ത് വന്ന് പരിചയിച്ച രീതിയും പാരമ്പര്യം നോക്കേണ്ടത് തന്നെയാണ്. ഒരു റിസർച്ച് വർക്ക് ഉണ്ടാകും, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും മുമ്പും പിമ്പൊക്കെ ആയിട്ട് കുറച്ച് കൂട്ടിച്ചേർത്തിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്ത് മഹാറാത്ത് ഉപയോഗിച്ചുകൊണ്ട് ലേഖനമാണ്. അപ്പോൾ റിസർച്ച് സ്കോളർ ഇസ് നോട്ട് ഓൺലി PhD ഹോൾഡർ, അത് ആവശ്യമാണ്, നമ്മുടെ അക്കാഡമിക് നമ്മുടെ കരിയർ അഡ്വൈസ്മെന്റ് ആവശ്യമാണ്. അതോടൊപ്പം നമുക്ക് PhD കിട്ടുക എന്നുള്ളത് എന്താണ്? അതിൻ്റെ അർത്ഥം ഫതഹന അമാമന ബാബൻ ജദീദൻ ഇലാ ആഫാഖിൽ ഇൽമു അല്ലാനിഹാൻ, ഇൽമിന്റെ അനന്തമായ ചക്രവാളത്തിലേക്ക് പോകാനുള്ള ഒരു ബാബാണെന്ത്? ഒരു PhD. അപ്പൊ നമ്മൾ എത്ര എഴുതിയാലും ആ എഴുതിയതിന്റെ ഒരു ഓതന്റിസിറ്റി കിട്ടാൻ ആ വാക്കത്തിന്റെ ഒരു പിടിച്ചു നിൽക്കാൻ അയാൾ ഒരു ഓതന്റിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഈ PhDയുടെ വാക്ക് വെറും ഒരു ചെറിയ പർപ്പസിന് കാണാതെ അതിന്റെ വൈജ്ഞാനികമായ യാത്രയിലേക്ക് എന്ത് വേണം? ഈ സംഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ടൈറ്റിൽ അതുപോലെ തന്നെ വെച്ചുകൊണ്ട് 2, 3, 4, 5 ലേഖനങ്ങളാക്കാം. അതിലേക്ക് ഇനി കാലം പുരോഗമിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങൾ ചേർത്ത് വെച്ചാലോ അങ്ങനെയാണ്. അപ്പൊ പലപ്പോഴും PhD കഴിഞ്ഞാൽ വേറൊരു സാധനമുണ്ട്, PDF പോസ്റ്റ് ഡോക്ടർ, അതും ഇതിന്റെ ഭാഗമാണ്. നമുക്ക് ഈ ഒരു ടെമ്പറൻസ് തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോകാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ എത്താവുന്ന അടുത്ത മർഹലയാണ് PDF. എല്ലാം കൂടി എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ലാബുദ്ധ നിങ്ങൾ قد يكون PhD وقد يكون PDF وقد يكون غير ذلك فإن لم يكن هذا وهذا എന്നാൽ പരാജയപ്പെടാനില്ല. ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വൈജ്ഞാനികമായ ഒരു പുതിയ ഔട്ട്കം ഉണ്ടാക്കാൻ അതൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇത്രയാണ് ഈ പറഞ്ഞ നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആഫ്റ്റർനൂൺ we will have another session on the selected words in PhD. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കഴിഞ്ഞതിൽ ഒരു ഇൻട്രാക്ഷൻ നമുക്ക് ആവാം അല്ലേ സാർ? ഇൻട്രാക്ഷൻ മീൻസ് യുഫീദു ബഅദുനാ ബഅദൻ ലൈസ മഅന അൻതും സാഹിലുൻ വഅന മുജീബ് ലാ നതകല്ലം വ യുഫീദു ബഅദുനാ അൽ ബഅദ. നമ്മൾ هذا أنت فإن يا شوي لذلك الموضوع شارك هؤلاء الآخرين ماذا أنت فاعل؟ എന്തുവാ നമുക്ക് ആർട്ടിക്കിൾ കൊടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഷർത്ത് പറഞ്ഞുകൊണ്ടേ നമ്മളുടെ ഈ PhD ഇവിടെ പറഞ്ഞല്ലോ, നമ്മളുടെ ആർട്ടിക്കിൾ ഷുഡ് ബി ജെനുയിൻ ആൻഡ് ഓതന്റിക് വർക്ക്. ലാബുദ്ദായക്കൂന അസ്ലൻ അസീലൻ ഫീ മൗസൂഖിയ്യത്താണ്. ഒരു ഓതന്റിസിറ്റി ഉണ്ടായാലും അതെ റിസർച്ച് ആവാം, റിസർച്ചിന് പുറത്തുള്ളതാവാം, എന്തുവാ റിസർച്ച് ആർട്ടിക്കിൾ. ഒരു റിസർച്ച് സ്വഭാവം ആ ആർട്ടിക്കിൾ ഉണ്ടാവാം. ഒരു ശൂന്യതയിൽ പറയാതെ, ഒരു അശ്വാഹിയായിട്ട് പറയാതെ, അവിടെ എവിടെയും പോയി പറയാതെ ഒരു റിസർച്ചിന്റെ മെത്തഡോളജിയിൽ ആ ആർട്ടിക്കിൾ പോയാൽ ഇപ്പോഴാരെയും ലേഖനം എഴുതുന്നവരുണ്ടാവില്ലേ? സ്ഥിരമായി ലേഖനം എഴുതുന്നവരുണ്ടാവും. അവർക്ക് അതാ കാര്യം ഒന്നുകൂടി പെട്ടെന്ന് എളുപ്പത്തിൽ ഇത് പിന്നെ ക്ലാസ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മള് ആർട്ടിക്കിളുകൾ ഈ ലിസ്റ്റിൽ വരുന്നത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അൽബാസുൽ ഇസ്ലാമിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ അത് ഈ വർഷത്തെ കേരള ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രിന്റ് എടുത്തൊക്കെ നമ്മൾ ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷെ അടുത്ത വർഷം കേരള ലിസ്റ്റിൽ അത് ഉണ്ടായിക്കോ. കാശിമ നേരത്തെ ഉണ്ട്, ഈ വർഷം ഇല്ല. പക്ഷെ കാരിക്കൂത്ത് മാത്രമേ ഇപ്പോൾ നിലവിൽ കേരള ലിസ്റ്റിലുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ ആർട്ടിക്കിൾ എഴുതുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഒരുപക്ഷെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വർഷം അത് കേരള ലിസ്റ്റിൽ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളെടുത്താണ് ഡോക്യുമെന്റ് പ്രൂഫ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ നമുക്ക് പറയാം ഞാൻ എഴുതി പബ്ലിഷ് ചെയ്ത വർഷം ഇത് കേരള ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത് നമ്മളാണ്. അപ്പൊ അതില്ലാതെ സ്ഥിരമായ കേരള ലിസ്റ്റിൽ വരുന്ന ജേണലുകളുണ്ട്, അതിലും അതിന്റെ കുറെ
ഫാസുൽ ഇസ്ലാമി ഉണ്ട്, കാശ്മീർ യൂണിവേഴ്സിറ്റിയുടെ ജേണൽ ഉണ്ട്, JNUവിൻ്റെ ഉണ്ട്, ഇൽമീതുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ അറിവിലുള്ളത്. ഇൽമീതും ഇടക്കൊക്കെ മാറാറുണ്ട്. കാലിക്കൂത്തുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കാലിക്കൂത്ത് മാത്രമേ ഉള്ളൂ. ഇത് പിറവീട് മതി സാധാരണ ഇതുമല്ലെങ്കിലും ISBN നമ്പറുള്ള ധാരാളം കേരളത്തിലുണ്ട് അല്ലേ? അതെ, അത് വേണം. നമ്മൾ PhD ബന്ധപ്പെട്ടാന്നൊക്കെ വേണം. ഇത് ആ ലിസ്റ്റ് ഉള്ളതായിരിക്കണം, UGC അപ്രൂവ്ഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഫർദർ റൈറ്റിംഗ്സ് ഒരു PhD ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ PhD ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വൈജ്ഞാനിക തലത്തിലുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോഴുള്ള എഴുത്തുകൾ അത് ഈ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടില്ല. ഏതോ ആവാൻ പരിഗണിക്കുന്നത്. അങ്ങനെ വളരെ കണിശമായി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു അക്കാഡമിക് ലിമിറ്റേഷൻ ഇല്ലാത്ത ജേർണലിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ നമ്പറൊക്കെ ഉണ്ടാകും. ഓതന്റിക്കന്നെ ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് PhD ആവശ്യത്തിനല്ല, പിന്നീട് ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. അതിനെ ചുരുക്കത്രേ ഉള്ളൂ. നമ്മൾ PhD എന്നുള്ളത് ഈ മൂന്ന് അക്ഷരത്തിൽ നിർത്താൻ പാടില്ല. ദേശത്ത് മക്സൂറത്തൻ ഫീ ഹാദിഹിൽ ഹുറൂഫ് സലാസ ബൽ അൽ ആഫാഖു അമാമന വാസിയ. അതാണ് ചുരുക്കം. അതുപോലെ നമ്മുടെ തിസീസിനെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു സലാമി സ്ലൈസിങ് നടത്തിക്കൊണ്ട് നമ്മൾ കുറേ ലേഖനങ്ങളാക്കി അയക്കുന്നതിൽ എത്തിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടതിന് എന്തെങ്കിലും പ്രശ്നമില്ല? പിന്നെ നമ്മുടെ തിസീസിൻ്റെ ഒരു ഭാഗം നമ്മൾ ആർട്ടിക്കിളാക്കി, അത് പിന്നെ നമ്മൾ തിസീസിലെ ആ വേർഡ്സുകൾ വരുമ്പോൾ പ്ലാഗറിസം വരുമെന്നുണ്ടാകും. ചോദിക്കുന്നത് അല്ല, പബ്ലിഷ് ചെയ്തു പിന്നെ നമ്മൾ നമ്മൾ പബ്ലിക്കേഷൻ വന്നു ശേഷം നമ്മൾ തിസീസ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ പബ്ലിക്കേഷൻ വന്ന സാധനം തിസീസിൽ വരുമ്പോൾ നിങ്ങൾ ഏതോ ഒരു ഫസൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത ഒരു ആർട്ടിക്കിളാക്കി മാറ്റി. അപ്പോൾ നിങ്ങളെ തിസീസിൽ വരുന്ന കാര്യം ഓൾറെഡി ഒരു സ്ഥലത്ത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാം. കാരണം അത് വന്നിട്ടുള്ളത് അൽബാസുൽ ഇസ്ലാമിയിലാണ്. അപ്പോൾ അത് ഇല്ല, പ്ലാജറിസത്തിന്റെ വരില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തിസീസിൽ ഓൾറെഡി വരുന്ന ആസ് ഇറ്റ് ഈസ് ആണെങ്കിൽ എടുത്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് ഇവിടെ കോട്ട് ചെയ്യണം. പിന്നെ കൊടുക്കും വേണ്ടതില്ല, ഒരിക്കലും അതുപോലെ കൊടുക്കരുത്. അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മജന്തയുടെ ത്വബിയത്ത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിലവിലെടുക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തതിൽ രക്ഷപ്പെടാതെ നോക്കണം. അതിൽ പറയുന്നത് ഒരാർട്ടിക്കിള് UGC അംഗീകരിച്ചതോ യൂണിവേഴ്സിറ്റിയിലാണ്. അതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ തിസീസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റി ചേരും. നിങ്ങളെ സൂപ്പർവൈസറും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റി സബ്ജക്ട് എക്സ്പെർട്ടും ചേർന്ന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഈ ഒരു ബോഡിയാണ് തരിക. അവരംഗീകരിച്ചാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് ആ ബോഡിയാണ്. ഡോക്ടറൽ കമ്മിറ്റി ഒരു ബോഡി ചേർന്നിട്ടാണ് തിസീസ് സബ്മിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ടോർ ഈ വിഷയത്തിൽ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ അമെൻമെന്റോ മോഡിഫിക്കേഷനോ വരാറുണ്ട്. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ വിധേയമായി കൊടുക്കേണ്ടി വരും. നമ്മൾ 15-ലുള്ള ആളുകൾ നമുക്ക് പിടിച്ചിട്ടാവില്ല. നിയമം ഉണ്ടാക്കുന്നവരായതുകൊണ്ട് അവർ സേഫ് സോണിലായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടും ചെയ്യും. അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അവരുടെ സംവിധാനങ്ങൾക്കനുസരിച്ച് ഒന്ന് ട്യൂൺ ചെയ്തിട്ട് നന്നാവുക. ഈ പറഞ്ഞൊരു വിഷയം പരിഗണിച്ചോണ്ടേ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ആർട്ടിക്കിൾ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു 2 പടി മുന്നിൽ പോവാണ് നല്ലത്. എട്ടാമത്തിൽ
അത് 16-ല്ലേ? അത് അത് മോഡിഫൈ ആണെങ്കിലും അവർക്ക് എപ്പോഴും മാറ്റാം. എപ്പോഴും ഒരു റിസർച്ച് നടത്താം. ഇപ്പോൾ നിലവിലുള്ള ഒരു ചെയ്യും ഈ ഡേറ്റിന് ശേഷം സബ്മിറ്റ് ചെയ്ത് 2 കൂട്ടുന്നുണ്ട്, നമ്മൾ പ്രധാന പ്രസക്തിയില്ല. ആ ഓർഡർ എപ്പോഴാണ് ഇറങ്ങുന്നത് അതിനുശേഷമുള്ള എല്ലാ അവാർഡും 2 or 3 ലേഖനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ലാബുദ്ധ അന്നസ്തസ്ലിമ ഇതാരിക്കല്ല പല മനാസല. നമ്മളൊരു വർക്ക്ഷോപ്പിന്റെ റൂൾ എന്ന് പറയുന്നത് ഇതിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ റൂളൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ സമയത്ത് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് ഈ പറഞ്ഞ വിഷയം ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നതാവും നന്നാവും. അത് ചില വിഷയങ്ങളൊന്നും നമ്മൾ മറുപടി പറഞ്ഞാലും അത് ക്ലിയർ ആയിക്കൊള്ളുന്നുണ്ടാവില്ല, മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നാവുക നമ്മുടെ ഒരു വിഷയത്തിന്റെ കോറിലേക്ക് ചർച്ച കൊണ്ടുവരുന്നതാണ്. ചാപ്റ്റർ എഴുതി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ സ്ഥാപിക്കുന്നത് ഏതാണ് പ്രത്യേകിച്ച് അധികമൊന്നും പുതിയതായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാവരും കോട്ടയൊന്നും കാര്യം അത് അതുപോലെ ഫോട്ടോ ചെയ്തല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ കാര്യം പാർട്ടികൾ അല്ലെങ്കിൽ ചില അനാശകളൊക്കെ മുൻപ് ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളതൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ ഇതങ്ങനെ വരാറില്ല. ഇപ്പൊ ആരോട് വരെ അലോടാവാം. 30 വരെ നമുക്ക് കോട്ടയം കിട്ടുന്നല്ലേ പറഞ്ഞത്? 30 വരെ അല്ലേ കോട്ടയം കിട്ടുള്ളൂ? അതെ. നമ്മളിപ്പോ ദിറാസ സ്ഥാപിക്ക പഠിച്ചാൽ എടുക്കാന്നുണ്ടെങ്കിൽ അത് അതുപോലെ നമ്മൾ എഴുത്ത് വെക്കൂലല്ലോ. അതിനെപ്പറ്റിയുള്ള നമ്മളുടെ ഫൈൻഡിങ്സ് കൂട്ടിച്ചേർക്കില്ലേ? നമ്മുടെ ഭാഷയിൽ എഴുതുന്ന കുഴപ്പമില്ലല്ലോ. ഇപ്പോ ജോർജി സെയ്താൻ എഴുതിയ ഒരു സെന്റൻസ് അതിൽ കുറച്ചുകൂടി നമ്മളും കൂടി കൂട്ടുകയാണെങ്കിൽ പിന്നെ അത് പ്ലാൻസ് പെടൂലേ. അത് അതുപോലെ കട്ടൻ പേസ്റ്റ് ചെയ്യപ്പെടുന്നതാകുള്ളൂ, അതിൽ പെടും. ആ ശൈലി സ്വീകരിക്കാം, അതിന്റെ ആശയം എടുത്ത് നമ്മളേതാ പിന്നെ മോഡലാക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് നമ്മുടെ ഫിസിക്സിലെ ഒരു ഫസ്റ്റിൽ എഴുതുന്നതും തമ്മിൽ അതിൽ ഉസ്ലൂബിൽ മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന ഉസ്ലൂബ് വളരെ പ്രധാനപ്പെട്ട ഘടകം. ഉസ്ലൂബാണ് അത്വരീഖ അല്ലത്തി ഫീ ഖിലാലിഹ നദ്ഖുലു ഇലാ ഖൽബി അൽ ഖാരി. അത് ആകർഷകമാണെങ്കിൽ ആരും വായിച്ചു പോകും. മുമില്ലാണെങ്കിലോ 2 വരി വായിക്കും. അപ്പൊ നമുക്ക് തന്നെ വാട്സപ്പിൽ ഒരു നീണ്ട മെസ്സേജ് കിട്ടുമാരെ വായിക്കാൻ പോകും. വായിക്കുമോ? 2 വരി വായിക്കുള്ളൂ. അപ്പൊ ഏത് പിന്നെ വായനത്തിൻ്റെയും സൈക്കോളജി ആദ്യത്തെ ഒരു 4-5 മിനിറ്റിൽ കിട്ടാവുന്നവരെ വായിക്കുള്ളൂ, ബാക്കി ആരും വായിക്കില്ല. അപ്പൊ ആ രൂപത്തിൽ 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തരക്കേടില്ല എന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ശൈലി സ്വീകരിച്ചാൽ പിന്നെ ആ കാര്യം ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളത് വായിച്ചു. അപ്പൊ അതിന് ശൈലിയെ ഞാൻ അടുത്ത് വെച്ച് പറഞ്ഞല്ലോ, ഭാഷയുടെ കൊലാക്കത്ത് പ്രധാനമാണ്. ഭാഷ കിട്ടിക്കൊടുക്കാൻ പാടില്ല, ഈ താക്കീതുണ്ടാവാൻ പാടില്ല. നമ്മൾ മലയാളികളായ ആളുകൾ വല്ലാതെ സൂക്ഷിച്ചു നോക്കുന്നത് എന്താണ്? ഗ്രാമറിന്റെ ശരിയും തെറ്റാണ്. പക്ഷെ ആ ഗ്രാമർ ശരിയും തെറ്റ് നോക്കുമ്പോഴേക്കും ഭാഷ ഉണ്ടാവും ആകെ കുഷ്ഠം പിടിച്ച വസ്തു പോലെ ഒരു ജീവൻ ഉണ്ടാവുക. അപ്പൊ ഭാഷ ലാബുദ്ധ ഹയ്യത്തൻ നശീതത്തൻ യഖീദത്തൻ മുതഹർരികത്തൻ ഒക്കെ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ചില പൊടിക്കൈകൾ ചില കാര്യങ്ങളിൽ ഈ ഗ്രാമറിന്റെ ഈ സങ്കീർണതയെ ബൈപ്പാസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭാഷ മനോഹരമാണ്. ഞാൻ എപ്പോഴും പറയല് ഈ പിന്നെ ഈ ഭാഷയിൽ മജ്ഹൂൽ പ്രയോഗം അല്ലേ, മഴവോക്ക് മജ്ഹൂൽ. പക്ഷെ പല മജ്ഹൂലുകളും പറയാനും എഴുതാനും ഉച്ചരിക്കാനൊക്കെ എന്തായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മജ്ഹൂലിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു മനോഹരമായപ്പോൾ നമ്മൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ തമ്മ ഉപയോഗിച്ച് പറയുന്ന വാക്ക്. അതെങ്ങനെ വന്നാണ്? ഈ മജ്ഹൂലിന്റെ അസ്വാസ്ഥ്യം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി തമ്മ ഉപയോഗിച്ച എല്ലാ വിഷയങ്ങളും തീർന്നു. തമാമല്ല, തമ്മ പ്ലസ് മസ്തർ, ആ തമാമാവും എപ്പോഴും തമാം.
തമ്മ യജ്അലുൽ കലാമ തമാം. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇവാലുവേറ്റ് ഔ ഇവാലുവേറ്റഡ്. എന്താ അറബിയിൽ പറയാ? തഖീമല്ലേ അല്ലേ? അതിന്റെ വെർബ് എന്താണ്? ഖയ്യമ. അപ്പോൾ ഹാസ് ബീൻ ഇവാലുവേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ വൈസ് എങ്ങനെ പറയാ? ഖുയ്യിമ പറയാം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അടങ്ങാറാണ് അല്ലേ? അപ്പൊ ഖുയ്യിമത്ത് ഹാദിഹിൽ ഉഖ്റൂഹ, ഖുയ്യിമത്ത് ഹാദിഹിൽ ഉഖ്റൂഹ എന്ന് പറയുന്നതാണോ തമ്മ തഖീമു ഹാദിഹിൽ ഉഖ്റൂഹ എന്ന് പറയുന്നതാണോ മനോഹരം? അതാണ് വിഷയം. നമ്മൾ ഖുയ്യിമത്ത് പറഞ്ഞാൽ ആരും വായിക്കില്ല. അത് അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി ഇറ്റ് ഈസ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ, പക്ഷെ ആ വാക്കിന് എന്തുണ്ട്? ഒരു സഖീൽ അല്ലേ? അപ്പൊ ആ രൂപത്തില് ഉസ്ലൂബ് ശരിയാക്കുക, അതേ പറ്റും. ഈ പ്രൂഫ് എഴുതുമ്പോഴേ ഒരു നോവൽ എഴുതണമായിട്ടുള്ള ഒരു ഉസ്ലൂബ് സ്വീകരിക്കാൻ പറ്റുന്നത് ഇൽമിയൻ അക്കാദമിയൻ നോവൽ പറ്റൂല, നോവല് പറ്റൂല, കൊളോക്കിയൽ പറ്റൂല, ഒക്കെ ഫുസ്ഹ ഭാഷയിലിരിക്കണം. ഞാൻ പറഞ്ഞൊന്നും പുസ്തകത്തെ പുറത്തല്ല കേട്ടോ, എന്ത് പറഞ്ഞാലും ഒക്കെ പുസ്തകം. അപ്പൊ നമ്മള് പിന്നെ ഇപ്പോ ഉദാഹരണം പറയാം, ഹാദിയിൽ വർഷത്തു, നമ്മൾ കുറെ സെന്റൻസ് പറയാം കേട്ടോ. അതെങ്ങനെയാണ് നിൽക്കുന്നത്? ലിങ്ക് നോക്കിയാൽ ഹാദിയിൽ വർഷത്തു മുഖിദത്ത് ഫീ കുല്ലിയത്തി മമ്പാട് ഷാറക ഫീഹ അർബഊന ബാഹിസൻ വഖദ് തനാവല ഫീഹ അൽ ബഹ്സു അൻ ഇദ്ദത്തി ഖദായ വഖ്തതമത് അദ്ദൗറത്തു ഫി സാഅത്തി റാബിയ വതഫാഅല അൽ മുശാരികൂൻ ബി ആറാഇഹിം വഅഫ്കാരിഹിം. അങ്ങനെ കുറെ 30 സ്വന്തമായ വാക്കാണ്. ഇതെങ്ങനെ ഒന്ന് നമുക്ക് ഒരു ലിങ്ക് ഉണ്ടാക്കുക? ഇതൊക്കെ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, വേറിട്ട് നിൽക്കുക, ഒന്ന് ലിങ്ക് ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു പുതിയ ഈ അറബിയിലൊക്കെ ആണെങ്കിൽ ഒരു കമാന്നുള്ള വാക്ക് കാണലില്ലേ ഇല്ലേ? ഇലാജാനിബി കാണലില്ലേ? മിമ്മ എന്നത് കാണലില്ലേ? ഹൈസു അന്നാന്ന് കാണലില്ലേ? അതൊക്കെ ഇവിടെ ഒന്ന് പെറുക്കി വെച്ചാൽ മനോഹരമാണ്. ഇപ്പൊ ഈ വാക്കുകളൊക്കെ യകൂനു മുതഫർരിഖത്തൻ ലാ മിസാസ ബൈന വാഹിദിൻ വ ആഖർ. അമ്മ ലൗ അദറദ്ന ഔ വദഅന ഹാദിഹി അൽ ഹുറൂഫ് ഔ സിലാത്ത് ബൈന കുല്ലി വാഹിദിൻ മിൻഹാ ലതകൂനു ജമീലത്തൻ. അപ്പോൾ ഹാദിഹിൽ വർഷത്തു ഉഖിദത്ത് ഫീ കുല്ലിയത്തി മമ്പാട് യുശാരികു ഫീഹ അർബഊന ബാഹിസൻ കമാ അന്നഹ. അപ്പൊ കമാ അന്നഹ ഒരു ലിങ്ക് വന്നാൽ കമാ അന്നഹ തതനാവലു റുഹൂസൻ ഖയ്യിമ ഇലാ ജാനിബി അൽ ഖദായ അൽ ബഹ്സിയ അൽ മുഖ്തലിഫ. അപ്പൊ കമാ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അവിടെ നമ്മൾ പഠിച്ചു വെച്ച അർത്ഥം അവിടെ കമക്ക് പോലെ ആ അർത്ഥം പറ്റൂല അവിടെ. അപ്പൊ അവിടെ ഓൾസോ എന്ന അർത്ഥം മലയാളത്തിൽ അർത്ഥം ഉണ്ടാവില്ല അവിടെ. ഈ വർഷ ഇതും കൂടി ചർച്ച ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കമാന്നുള്ള വാക്കിനവിടെ നമ്മൾ പഠിച്ചു വെച്ച പോലെ എന്നുള്ള മിശ്രൽ അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മളെ ഭാഷ നേരത്തെ പറഞ്ഞ അർത്ഥകൽപ്പന മാറിപ്പോകുന്നത്. നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കിയ വാക്കുകൾക്ക് അതേ ദലാലത്ത് അറബിയിൽ ഉണ്ടായിക്കൊള്ളുന്നത്. നിങ്ങൾ വീണ്ടും ചോദിക്കണം എന്ന് പറയല്ലോ. അയാൾ വീണ്ടും ചോദിച്ചു എന്നിങ്ങനെ പറയുക. വീണ്ടും എന്തെങ്കിലും നമ്മളെ പിന്നെ മെമ്മറി എന്താ ഉള്ളത്? എന്നാ സിയാക്കിന് പറ്റുമോ? അയാൾ വീണ്ടും ഈ കാര്യം ചോദിച്ചു ഇന്നവും സഅല അയ്ദൻ എന്ന് പറയാൻ പറ്റുമോ? അത് കേൾക്കും നമുക്ക് പന്തിയിട്ട് തോന്നുന്നില്ലേ? അതാണ് വിഷയം. അപ്പൊ അതാണ് ഈ ഉസ്ലൂബിലുള്ള വിഷയം. അപ്പൊ നമ്മളുടെ സങ്കല്പത്തിലുള്ള അറബി വാക്കുകളല്ല ലേഖനത്തിൽ വേണ്ടത്, അറബികളുടെ സങ്കല്പത്തിലുള്ള ദലാലത്താണ്. ചെറിയ തെറ്റുകളായിരിക്കും, പക്ഷെ ആ തെറ്റുകൾ പോലും ആ വിപരീതാർത്ഥം ഉണ്ടാക്കും. ഇപ്പോ ഭാഷയിൽ അംസി അല്ലെങ്കിൽ വദൻ
ഇത് സിമ്പിൾ അർത്ഥമല്ലേ? അത് അല്ലാംസി പറഞ്ഞാലോ അല്ലത് പറഞ്ഞാലോ തെറ്റിപ്പോകും. ഞാൻ ഇന്നലെ വന്നുള്ളതിന് അല്ലാംസി പറയാൻ പറ്റൂല. അപ്പോൾ ആ രൂപത്തിലുള്ള ചെറിയ വാക്കുകളാണ്, പക്ഷേ അതിന് ഗ്രാമറിൻ്റെ അപ്പുറത്തേക്കുള്ള ദലാലത്ത് നമ്മൾ അറിവിൽ കാണുന്നത്. അത് ശരിക്കും പി എച്ച് ഡിയുടെ ഭാഗമല്ല, നമ്മൾ ഭാഷയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ചേർക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ കോളേജിലേക്ക് നഹവ് പഠിപ്പിക്കുന്നുണ്ട്, സർഫ് പഠിപ്പിക്കുന്നുണ്ട്, ബലാഗുണ്ട്, പിന്നെയോ അറൂദുണ്ട്. പക്ഷേ ദലാലത്ത് എവിടെയും കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. എന്താ വെച്ചാൽ അത് അവഗണിക്കുകയല്ല, ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മളുടെ പഠന അക്കാദമി സംവിധാനങ്ങൾ ഉയർന്നിട്ടില്ല. ശരിക്ക് ആ ദലാലത്ത് പഠിച്ചാലേ അറബി ഭാഷയിൽ കൃത്യമായിട്ട് എഴുത്ത് നടക്കും. നമ്മൾ കോട്ടിങ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഫുഡ് നോട്ട് എഴുതുന്ന സമയത്ത് മസ്ദറിൽ നിന്നാണെങ്കിൽ ആ കോട്ടിങ്സ് എഴുതുന്ന തുടക്കത്തിൽ എഴുതേണ്ടത്, മർജിയിൽ നിന്നാണെങ്കിൽ ഒരു ശൈലി എങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം പോലെ തന്നെ. ഇപ്പോൾ മസ്ദറിൽ നമ്മൾ പറഞ്ഞ പോലെ ഇബ്നു ഹജർ അസ്കലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ നിന്ന് നമ്മളൊരു കാര്യം കോട്ട് ചെയ്തു. അങ്ങനെ തന്നെ നമുക്ക് പേജ് 31 ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്കലാനി ഞാനത് പറയാം. ഇനി അദ്ദേഹത്തെ പറ്റി പിന്നീട് വന്നിരിക്കുന്ന ഷെയ്ഖ് സ്വാബൂനി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം, അതാണ് മർജിയാണ്. അതെ, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആരാ വാക്ക് എടുക്കുന്നത്? സാബൂനിയുടെ പുസ്തകത്തിൽ നമ്മൾ എടുക്കുന്നത് അസ്കലാനിയുടെ ഒരു കോട്ടിങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് യോഹത്തെ എഴുതാം ഇബ്നു ഹജർ അസ്കലാനി. പക്ഷെ നഖ്ലൻ മിൻ കിതാബി ഏത് ഒന്നും വേണ്ടതില്ല. അങ്ങനത്തെ നക്കുന്നത് മതി 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 ഒന്നും മതി. നമ്മൾ അവലംബിക്കുന്ന ഓതന്റിക് ആവുക. ഇപ്പം ഗൾഫിലൊക്കെ മാസികൾക്ക് ചെയ്യുന്ന ഏകദേശ പ്രബന്ധങ്ങളുണ്ട്. ഏകദേശ പ്രബന്ധങ്ങൾ അതൊക്കെ അത്ര ഓതന്റിക് ആണ്. അതുപോലെ ലേഖനങ്ങൾ അല്ല, അത് പറയാനുള്ളത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള MA ഡിസർട്ടേഷൻ ഈക്വൽ ടു ഓർ PhD ആണ്. നല്ല നല്ല കണ്ടന്റ്, കുഴപ്പമില്ല. വെബ്സൈറ്റ് ഉപയോഗിക്കാം, അതല്ലാത്ത ഉപയോഗിക്കാം. ഒക്കെ സോഴ്സ് ഓഫ് നോളജ് ആണല്ലോ. എന്താണ് സോഴ്സ് ഓഫ് നോളജ് ആണല്ലോ. ഒരു MA കാരനായ വിദ്യാർത്ഥിയാണ് ഒരു വളരെ പ്രസക്തമായ കാര്യം പറഞ്ഞേക്കുന്നത്, നമുക്ക് സ്വീകരിക്കാം. ഒക്കെ തൗസീക്ക് ശരിയായിക്കണം. ആ തൗസീക്ക് ഡോക്യുമെന്റേഷൻ അല്ല, അതിന്റെ ഓതന്റിസിറ്റി പറയാം. ഫോർ എക്സാമ്പിൾ ആശയം നമ്മുടേതായിട്ട് മാറ്റി അത് പിന്നെ ഇപ്പോ ഹാദിഹിൽ ഖദിയ്യ കമാ വറദത്ത് ഫീ കിതാബാത്തി തഹ ഹുസൈൻ. പിന്നെ നമ്മളെ വാക്കിൽ എഴുതാം ഖദിയ്യത്തുൻ ഹാസിമത്തുൻ ഷഹലത്ത് കസീറൻ മിനന്നാസ് നമ്മൾ എഴുതാം. അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എഴുതാം. അത് വേണ്ടയില്ല. നോട്ട് പ്യുവർലി ഇക്തിബാസാത്ത് ആണെങ്കിൽ മാത്രമേ വേണ്ടുള്ളൂ. അതെ, കൺസീസ് അലാമാത്ത് കൺസീസ് ആണെങ്കിൽ അതിൽ നിന്ന് സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ ആശയം എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ ലാ യഹ്താജു ഇലാ തൗസീഖ്. ഒന്ന് കേവലം പ്രബന്ധമാക്കുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ആ പ്രബന്ധത്തിൽ ചിലപ്പോൾ ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ജനറൽ ഫാക്ട് ആയിക്കോണമെന്നില്ല, അഭിപ്രായങ്ങളാണ് ചിലപ്പോൾ. അത് ആ പ്രബന്ധത്തിന്റെ ഓതന്റിസിറ്റി അനുസരിച്ച്. പ്രബന്ധം ഓതന്റിക് ആണെങ്കിൽ പ്രബന്ധം എഴുതിയത് ഈ പറഞ്ഞ പോലെ നമ്മൾ റിസർച്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അത് സ്വീകരിക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇപ്പം മറ്റ് ചെന്നൈയിലും അവിടുത്തെ പോകുന്നത് അതെല്ലാം സ്വീകരിക്കാറുണ്ട്. ഓതന്റിക് ആയിരിക്കണമേ. ചെറിയ പ്രബന്ധമാണെങ്കിൽ പോലും ഈ പറഞ്ഞ റിസർച്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു മതിയായിട്ട് സ്വീകരിക്കുന്ന കുഴപ്പമില്ല.
അത് നമുക്ക് തീരുമാനിക്കാം. അത് അപ് ടു യു ഓർ അവർ ഡോക്ടർ കമ്മിറ്റി ഓതന്റിക് ആണോ വേണോ പറ്റും. പക്ഷെ റിസർച്ച് സംഗതിയാക്കാൻ പറ്റും. ഒരു പുതിയ കാര്യം ഓതന്റിക് ആയിട്ട് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാം. അപ്പൊ വളരെ നാസയിലും മറ്റൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആയ സയന്റിസ്റ്റ് ഉണ്ട്, 16-17 വയസ്സുള്ള കുട്ടികൾ. അവരും അവിടുത്തെ റിസോഴ്സസ് ആണ്. എന്താ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതെ. രണ്ടും പറയാം. നമ്മൾ ആ വരിയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി നമ്മുടേതായ ഭാഷ എഴുതാം. ഇനി റെഫറൻസ് തെൻസീസ് അങ്ങനെ തന്നെ ഇക്തിബാസാത്ത് കോട്ട് ചെയ്യേണ്ടതാണ് ചെയ്യുക. അതൊക്കെ തവക്കഫ് അല തൊബിയത്തിൽ മൗളൂൾ വല അംറൂഫ്. ഇതിലാരും ആരെയും കുറ്റം പറയില്ല. ഒന്നുമില്ല. ഒരു തർജ്ജുമത്ത് ഒരാളെ കുറിച്ച് നമ്മൾ എഴുതി ഒരു വാക്ക് സ്ഥിരാക്കി എന്ന് നമ്മൾ പറഞ്ഞത് മൊത്തം ആ ഒരു വർക്കിനെ പൂർണ്ണമായിട്ട് ആസ് എ ഹോൾ എടുക്കുമ്പോഴാണ്. മൊത്തത്തിൽ എടുക്കുമ്പോൾ സ്ഥിരാക്കി ആവാൻ പാടില്ല, ഇൻതാജി ആയിരിക്കേണ്ടത്. അതല്ലാതെ ചാപ്റ്ററിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞ മറ്റോ വിഷയമാണ്. മൊത്തത്തിൽ ആ വിഷയത്തിന്റെ നമ്മളുടെ വർക്കിന്റെ ജെനുവിനെസ് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതൊരു ഇസ്തിൻസാഹ് അല്ല, ഒരു ഇൻതാജിയാണ്, ഇബ്ദാഇയാണെന്ന് പറയാൻ സാധിക്കും. അത്ര മാറൂഫ് അല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അതിന്റെ സോഴ്സ് മാലൂമാത്തിന്റെ സോഴ്സ് നമ്മൾ കാണിക്കണം. അത്ര മഷൂറായ ഒരാളല്ല നമ്മൾ എഴുതാൻ അപ്പൊ അതിന് അയാളെ കുറിച്ച് കിട്ടിയ മാലൂമാത്ത് ഉണ്ടാവും. അത് നമ്മൾ പറയാതെ തന്നെ എഴുതാൻ പറ്റും. അയാളോട് ജനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഴ്സ് പറയാതെ ഇരിക്കും. സോഴ്സ് പറഞ്ഞാൽ ഒരുപാട് പഠനങ്ങൾ നമ്മളായി കാണുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് വലിയപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ അറിയാനേ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കണ്ടിട്ട് അത് ഇതിനെ വഴിയിലേക്ക് മാറ്റുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് അതിനെ കോട്ടയം ഇപ്പോൾ ഒരു അക്കാഡമിക് അപ്രോച്ച് നിന്ന് കുഴപ്പമില്ല. പിന്നെ ഇത് ഡിപ്പെൻഡ് ഓൺ ദ ഡോക്ടർ കമ്മിറ്റി അല്ലേ? അതാ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥാപനത്തിലും ഡോക്ടർ കമ്മിറ്റിയുടെ സമീപനവും സങ്കല്പവും എന്താണോ അതിനനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ വരും. ഒരു അക്കാഡമിക് ഔട്ട്ലുക്കിൽ ആ പറഞ്ഞതും കുഴപ്പമില്ല. അതൊക്കെ നമ്മളുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണല്ലോ അല്ലേ? സിറദാത്തിയിൽ നിന്ന് എന്താണെന്ന് വലിയ അതൊക്കെ ഒരു ഇബ്ദാഇയ ഒരു വശമുണ്ട്. ആ നിലക്ക് അംഗീകരിക്കാം. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസിങ് അല്ലെങ്കിൽ ഡോക്ടർ കമ്മിറ്റി ആ അക്കാദമിക് ഫ്രെയിം വർക്കിന്റെ നിബന്ധനകൾ കൂടുതൽ പാലിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ സീറാദാത്തിയൻ്റെ ചില പ്രകൃതി പറഞ്ഞു അതിൻ്റെ കുറിയത്തുകൾ എന്താണെന്ന് വലിയ രേഖ വരും. അപ്പോൾ അങ്ങനെ വൈദ്യനെ കുറിച്ചുള്ളത് ഇപ്പോൾ 5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എടുക്കാൻ പറ്റും. 5 നമ്മളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ചേക്കാൻ മതി. അങ്ങനെ അതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് കുഴപ്പമൊന്നുമില്ല. PDF കേരളത്തിലാണ് അതായത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ് കിട്ടിയാൽ മാത്രം നടക്കുന്ന റിസർച്ചാണ്. പിന്നെ ഞാൻ ഇപ്പോൾ PhD ചെയ്തു, എനിക്ക് രണ്ടാമതൊരു PhD ആണ് വേറെ ഇതാണ്. അതേസമയം PDF എന്ന് പറയുന്നത് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഫെലോഷിപ്പ് തരികയാണെങ്കിൽ ചെയ്യുന്നൊരു വർക്കാണ്. അല്ലെങ്കിൽ പിന്നെ അത് വേറെ തന്നെ PhD ആണ് ആവാം. അഡീഷണൽ PhD ആണോ? ആ PDF-ന് പല ഏജൻസികളുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനെയാണ് കേരളത്തിൽ നമുക്കറിയില്ല, അറബിക്കലില്ല.
കേരളത്തിന് പുറത്ത് എടുക്കാലോ, എടുക്കാലോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അറബിക്കിൽ ഒരു പി എച്ച് ഡി ഉണ്ട്, സോഷ്യോളജിയിൽ വേണം എടുക്കുക, അറബിക്ക് തന്നെ വേറെ മേഖല എടുക്കാം, എടുത്തോട്ടെ. അതിന് പെട്ടാൽ ഒരു ഹെൽത്ത് ഞാൻ ഇല്ലല്ല. MA കഴിഞ്ഞാൽ പിന്നെ അയാൾ ഫ്രീ ആണ്. ഏത് MA എടുക്കാം, ആർട്സിൽപ്പെട്ട എല്ലാ MA കൂടെ അതൊരു വിഷയം. കൺസേൺ സബ്ജക്റ്റില് അയാൾ MA ഹോൾഡർ ആയിരിക്കണം എങ്കിൽ PhD. അപ്പൊ അറബിക്ക് MA ഉണ്ടെങ്കിൽ ഒന്നിലധികം PhD അവർക്ക് ചെയ്യാം. അറബിക്കിന്റെ ചെയ്യാം, ഒരു ഹിന്ദിയിൽ PhD ചെയ്യാം, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്യാം. ബേസിക് ആയിട്ട് പാലിക്കേണ്ട അക്കാഡമിക് റൂൾസ് പാലിച്ചാൽ മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. അത് എങ്ങനെയാണെന്ന് ഇത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് നമുക്ക് ഇവിടെ ഒരു കട്ടായം പറയാൻ പറ്റുകയില്ല. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഈ അക്കാഡമിക്കായ കാര്യങ്ങളെ പറയാൻ പറ്റും. നമ്മള് പഠിക്കാൻ എടുത്തിരിക്കുന്ന വിഷയത്തിൽ നമ്മുടേതായ ലിമിറ്റേഷൻസ് അതല്ലേ, അത് നിങ്ങൾ പറഞ്ഞാലാവാം. കവിയൽക്കുന്ന ഹുദൂദൻ ജമനീയ ഓ മക്കാനീയ എന്തോ ആവാം. അതൊക്കെ നമ്മളുടെ ആ വിഷയത്തിലെ പ്രകൃതവും ഉദാഹരണം പറഞ്ഞാലിപ്പം ഉദാഹരണമായിട്ട് പിന്നെ അൽ അദബുൽ അഷീർ അൽ അറബിൽ മുആസിർ. അപ്പോൾ മുആസിർ എവിടെ ആരംഭിക്കുക, എവിടെ അവസാനിക്കുക, അതിങ്ങനെ ഒരു നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇംകാനിന അൻ നളഅ ഹദ്ദൻ لهذه الدراسة إن هذه الدراسة التي أنا أقوم بها تبدأ من سنة 1950 മുതൽ 1975 വരെ. അങ്ങനെയൊക്കെ കുഴപ്പമില്ല. ഉൻവാൻ താരീഫ് ചിലപ്പോൾ കൊടുക്കും, മാത്രം മെൻഷൻ ചെയ്യും. ഫ്രം 1950 to 1970 ഇയേഴ്സ്. ഇനി ഇല്ലെങ്കിലും താത്ത ഈ ഹുദൂദിൽ പറയാറുണ്ട്. ഉൻവാനില്ലാത്ത കാര്യങ്ങൾ ഹുദൂദിൽ ഉൾക്കൊള്ളിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പറയാം. അപ്പോൾ അല്ല ബിലാദിൽ അറബിയിൽ ഏതൊക്കെ പെടും കുറേ ഉണ്ടാകും, അതായത് ഷാമിൽ കുറേ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ മക്കാൻ പറയാം. ഓ ജമാൻ മക്കാന്റെ അതായത് ഹുദൂദില് ചിലപ്പോൾ അറബിയുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയിലെ ടെർമിനോളജിയിൽ അറബിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറയാം. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറബിയിൽ പഠനങ്ങളില്ല, അതേസമയം ഇംഗ്ലീഷിലാണ് ആ വിഷയവുമായി പഠനമുള്ളത്. അപ്പൊ അതിന് സമാനമായ ടെർമിനോളജികൾ അറബിയിലും അവൈലബിൾ ആയിരിക്കില്ല. അത് നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ഈ ഹുദൂദിലാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ യുവർസെൽഫ് PhD ട്രാൻസാക്ഷൻ അനാലിസിസ് തഹ്ലീൽ തആമുൽ. അതെ, അതിന്റെ പറ്റി മുഖ്യം പറയുന്നുണ്ട്. നല്ല എക്സാമ്പിളാണ്. അറബിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനവും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന്റെ ടെർമിനോളജികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അമേരിക്കൻ സ്റ്റഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബിക് വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് എവിടെയാണ് നമ്മൾ പറയേണ്ടത്? ഈ വിഷയത്തിന്റെ നമ്മുടെ പരിമിതിയിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ വിഷയത്തിൽ ഒതന്റിക് ആയ പുസ്തകങ്ങളുടെ ഒരു സോഴ്സിന്റെ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് പറയേണ്ടത് ഇവിടെയാണ്. അങ്ങനെ ഈ വിഷയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും നമ്മളെ പുള്ളിംഗ് ബാക്ക് ഫാക്ടർ ഉണ്ട്. നമ്മളങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ ചില പരിമിതികൾ തോന്നുന്ന വിഷയം ഉണ്ടാവും.
അത് നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ പറയാമെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ മോഡലിൽ കാണുകയാണ് ഈ മുഖത്തിൽ എഴുതി എങ്ങനെയാണ്, എത്ര ഭാഗമുണ്ട്, അതിൻ്റെ പിന്നെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നോക്കാൻ പറ്റുന്നുള്ളത് ഈ മോഡൽ കാണുമ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. എങ്ങനെ അതില് രണ്ട് ശൈലി കാണലുണ്ട്. ഒന്ന് തേർഡ് പേഴ്സൺ ആയിട്ട് പറയാറുണ്ട്, അൽ ബാഹിസു അങ്ങനെ ബാഹിസുകളായിട്ട് നമ്മളൊന്നും കൊണ്ടല്ലാത്ത പോലത്തെ അത് കാണുന്നില്ല. നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് തന്നെയാണല്ലോ. അൽ ബാഹിസു അജ്റാ ഫി ഹദൽ മൗദൂ അക്കാരം ഒരു തേർഡ് പേഴ്സൺ പറയാണ്. അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല. ഫി ഹദൽ മജാൽ കുന്തു അന ഫി സിയാറത്തി അൽ മക്തബത്തുൽ ഉസ്മാനിയ്യ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? നമ്മൾ ചെയ്ത കാര്യം തന്നെയല്ലേ. അതാണ് മറ്റേ ഇങ്ങനെ ഒരു അകന്ന് പറച്ചല അതും പറയാം, അതൊക്കെ കുഴപ്പമില്ല, ഏതും പറയാം. അതുണ്ട്. അതിപ്പോ പലപ്പോഴും നമ്മളിപ്പോ ഒന്ന് രണ്ട് പിന്നെ വർക്കിലൊക്കെ തേർഡ് പേഴ്സണാ പറയാം. അതൊക്കെ ബാഹിസിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മളുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും നമ്മളുടെ മുത്തക്കല്ലിമിന്റെ നമ്മൾ തന്നെ പറയുന്നത് പറഞ്ഞാലോ അല്ല, ഗൈഡും കൂടി ഇത് പങ്കാളിയാണ്. ഗൈഡിൻ്റെയും കൂടി കൺസെന്റ് വേണം. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ലൈസ ഹാദൽ കലാം മിആ ബിൽ മിആ ഹുവൽ കലാം അൽ അഖീർ വൻ നിഹാഇ ബൽ ഫീഹി മാ യുഖദു വമാ യുത്രക്. ഒക്കെ നമ്മളുടെ ഡിപ്പെൻഡിങ് ഓൺ അവർ സെൻറ്റർ, ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ സൂപ്പർവൈസർ, ഓൺ ദ അപ്രോച്ച് ഓഫ് ദ ഡോക്ടർ കമ്മിറ്റി, ദ ഡോർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ അവലംബിക്കേണ്ടി വരും. നമുക്ക് 2 മണിക്ക് തുടങ്ങും.